കാലഘട്ടം എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺസ് പോലും പറഞ്ഞ സ്മാർട്ട് ഫോണിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അന്ന് അനുഭവിച്ച ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, തന്റേതല്ലാത്ത കാരണത്താൽ അനുഭവിക്കുന്ന ഒരു സ്റ്റാർ, അത് എത്രമാത്രം ആസ്വദിച്ചിട്ടുണ്ട് ആ സമയത്ത് 2006-2007 കാലഘട്ടം? ഞാൻ പറയുന്നത് ആരുടെ സ്റ്റാർഡത്തെ കുറിച്ച്, അല്ലുവിന്റെ സ്റ്റാർഡം 2007 എന്റെ വോയിസ് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞു 2004 സാർ തുടങ്ങുന്നത്. അപ്പൊ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞു. ഇല്ല, ഒരു പോയിന്റ് എത്തിയപ്പോ ഈ സൂര്യ ടിവിയിലും ഏഷ്യനെറ്റിലും കൈരളിയിലും എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചാനലിൽ ഇത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നാണ് ഇത് പെട്ടെന്ന് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്, നായകനെ ഡബ് ചെയ്യാൻ, നിഷാനെ ഡബ് ചെയ്യാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ മൊത്തം ഡബ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തെത്തിയപ്പോഴാണ് സിബി സാറ് കയറി വരുന്നത്. അതൊരു അസോസിയേറ്റ് ഡബ് ചെയ്തു. സിബി സാറ് കയറി വരുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. സിബി സാറ് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഹീറോ, സിബി സാറിന്റെ പടത്തിൽ ഹീറോനെ ഡബ് ചെയ്യുന്നു പറയുന്നത്. സിബി സാറ് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് വളരെ ഭവ്യതയോടുകൂടി ഭയങ്കര വിഷമത്തോടുകൂടി എന്ന് പറഞ്ഞു, ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദം. എന്നിട്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ നായകന് പറ്റില്ല. അപ്പൊ നമ്മള് ദൈവമേ അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റാർഡം എനിക്ക് എഡിറ്റിംഗ് ആയിട്ടാണ് കിട്ടിയത്. ഞാനെപ്പോഴും ഡബിങ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ എന്നൊന്നും കട്ടപ്പുറത്തേക്ക് ഇതിന് വണ്ടി കഴിഞ്ഞാൽ മാറിയത്. ഒറ്റ പടം അങ്ങനെ. പക്ഷെ സന്തോഷമുള്ളൂ ഇപ്പൊ എല്ലാം കൊണ്ട് ആലോചിക്കുമ്പോ സന്തോഷം. അല്ലു അർജുനും സൂപ്പർ സ്റ്റാർ അല്ലു അർജുനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാതർക്ക് പറയാനുള്ളത്? കാതർക്ക് എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം ഈ ഇപ്പത്തത്? അത് ഇപ്പം അല്ലു അർജുനോടാണെങ്കിലും ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും രണ്ടുപേരുടെയും തുടക്കം എന്നിലൂടെയാണല്ലോ. അവരുടെ രണ്ടുപേരും വിജയിച്ചതിലൂടെ എനിക്ക് പറയാൻ പറ്റും. രണ്ടുപേരും അവരവരുടെ സ്ഥാനത്തിലേക്ക് ഉയർന്നു. അത് നാച്ചുറലി ഓരോ ഘട്ടത്തിൽ വരുന്ന ഓരോ വളർച്ച. നമുക്ക് 50 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മൾ 25 വയസ്സുള്ളായിരുന്നപ്പോൾ വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. പ്രായത്തിന്റെ വ്യത്യാസവും പക്വതയുടെ പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഉണ്ടാവും. പക്ഷെ കാണുമ്പോൾ ഞാൻ കാണുമ്പോൾ അല്ലു അർജുൻ ഭയങ്കര സിൻസിയറാണ്, ഇൻവോൾവ് ആയിട്ടാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്. പിന്നെ എനിക്കറിയില്ല ഇപ്പൊ ഈ ഇറങ്ങുന്ന കാര്യം കോണ്ടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും. ഞാനത് അവരെ ഞാൻ നേരിട്ട് വിളിച്ചില്ല. പക്ഷെ ഞാൻ വിളിച്ചു ഇൻഫർമേഷൻ കൊടുത്തു. പക്ഷെ അവർക്ക് ഒരു പഴയ സിനിമ ഇപ്പോഴത്തെ ഒരു അല്ലു അർജുന്റെ ഇമേജിനനുസരിച്ചിട്ടുള്ള ഒരു സിനിമ അല്ല, ഒരു വേറൊരു ഇതാണ്. ഇതൊരു നൊസ്റ്റാൾജിയ ഫീലാകുന്ന ഒരു നമ്മുടെ കേരള ഫിലിമാണ്. അപ്പൊ അത് കമ്പയർ ചെയ്യണ്ട. പുതിയ അല്ലു അർജുന്റെ ഭാവം എന്ന് പറയുന്നത് ഒരു പുഷ്പ ലുക്കുള്ളതാണ്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? അതെ, കമ്മിങ് അവര് താല്പര്യം കാണുമല്ലോ. ഞാൻ ചോദിച്ചിട്ടില്ല. ബട്ട് ഒരു കാര്യം ഉറപ്പാ, എനിക്ക് അത് ഇപ്പൊ ഈ സിനിമയിലൂടെ വരുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് മലയാളികളുടെ ടേസ്റ്റാണ് ഈ സിനിമ. അവര് അദ്ദേഹം നല്ല ബന്ധമായിരിക്കും, ഉറപ്പായിട്ട് പറയും. നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. രണ്ടുപേർക്കും നല്ല തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്.